ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക്. വിശുദ്ധമായ ഖുർആൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംവദിക്കുന്ന രീതി, ചോദിക്കാതെ ആവശ്യപ്പെടാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് നബിയെ തങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലേ. ഏതൊരവസ്ഥയിലും ഏത് വിഭാഗത്തിനെയും ഏത് രൂപത്തിലും ഏത് സംസാരത്തിൻ്റെ ഇടയിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഹൃദയവിശാലത നബിയെ തങ്ങൾക്ക് നാം തന്നില്ലേ. പണക്കാരെയും പാവപ്പെട്ടവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും വലിയവരെയും എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള വലിയ മനസ്സ്, അറബികളെയും അനറബികളെയും അതുപോലെ അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും രാജാക്കന്മാരെയും മുതലാളിമാരെയും അതുപോലെ സ്ഥാനമില്ലാത്ത ആളുകളെയും എല്ലാവരെയും ഒരുപോലെ കണ്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാനുമുള്ള വലിയ സന്മനസ് നബിയെ, വിശാല ഹൃദയം തങ്ങൾക്ക് നാം തന്നില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്. എത്രമാത്രമാണ് അവിടുത്തെ ഹൃദയത്തിൻ്റെ വിശാലത എന്ന് പറഞ്ഞാൽ തീരില്ല. ചെറിയ ഉദാഹരണം നമുക്ക് എടുത്തു പറയാമെങ്കിലും ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു സംഭവം ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് അസുഖബാധിതയായ സുഖമില്ലാത്ത ഒരു പാവപ്പെട്ടൊരു ഉമ്മ വന്നിട്ട് പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പലതും പറയുന്നുണ്ട്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, എൻ്റെ ആവശ്യം തങ്ങൾ പരിഗണിക്കുമോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഉമ്മ, നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളുടെ എന്താവശ്യമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? നിങ്ങൾ ഏത് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിയില്ലാത്ത, ബുദ്ധിക്ക് പ്രശ്നങ്ങൾ ബാധിച്ച ഒരു ഉമ്മയെപ്പോലും എത്രമാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിക്കുന്നത്.